ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് പിന്നും സ്വാഗതം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഷൂട്ടുണ്ട്. കാപ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട്, സേവ് ഡേറ്റിൻ്റെ വർക്കാണ്. അപ്പോൾ നമ്മളിപ്പം രാവിലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 7-7:30 ആയിട്ടുണ്ട്. രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ മഴയാണ് മൊത്തത്തിൽ. ഇപ്പം വേണ്ട കടലും ഫുള്ള് ഇങ്ങനായിട്ട് കിടക്കുകയാണ്. നല്ല കിടിലൻ ക്ലൈമറ്റാണ്, എടുക്കാനൊക്കെ നല്ല കിടിലൻ ക്ലൈമറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ ഇതൊരിക്കലും എത്തിയിട്ടില്ല. 7 മണിക്ക് വരാൻ പറഞ്ഞാണ്, അപ്പോൾ ഇതൊരിക്കലും എത്തിയിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ നമുക്ക് സേവ് ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താണ് നമുക്ക് എടുക്കാമെന്ന് പറയാം. പക്ഷേ കല്യാണത്തിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അവർ റെഡിയായി കാണില്ല, ബ്രൈഡ് റെഡിയാക്കാൻ. അപ്പം മെയിനായിട്ട് ഇപ്പോൾ എല്ലാവരും ഈ പല ഫോട്ടോഗ്രാഫേഴ്സ് പല രീതിയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പിന്നെയും കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡ് രാവിലെ റെഡിയാവാത്ത കാര്യം എന്താണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡിലേ ആക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ അവരും ഇതിന് കാരണക്കാരാണ്. പിന്നെ അവരുടെ രീതിയിൽ പറയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്കറിയാനുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ ചോദിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡ് രാവിലെ എണീക്കത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പം പൈസ എന്നാണ് നിങ്ങളൊരു വർക്ക് എടുക്കുന്നത്, അപ്പം അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്വം നിങ്ങളും കൂടെ കാണിക്കണം. ഇത് പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ അതിനകത്ത് പിന്നെ കൂടുതൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുഭവം കുറേ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. പിന്നെ ഒരിക്കലും റെഡിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉള്ള കാര്യം പറയണമെന്നുണ്ടെങ്കിൽ പിന്നെയും മഴ പെയ്തു. ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര നേരം മഴയില്ലായിരുന്നു. അപ്പം അവരിതിലേക്ക് എത്തിയില്ല. ഇപ്പോൾ സമയം 8 മണിയായി. നമ്മളിപ്പോൾ ഇത്രയും ദിവസം ലാഗായിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണിനും ജോലിയുണ്ട്. ഇപ്പം എനിക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ സൺഡേയിലോട്ട് മാറ്റി. സൺഡേ ആകുമ്പോഴത്തേക്ക് ആർക്കും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് എടുക്കാം അങ്ങനെയുള്ള മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ സൺഡേ ആക്കിയപ്പോഴത്തേക്ക് മഴ കൊണ്ട് ചലിച്ച് എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്ന പോലെ. നമ്മൾ പൊന്മുടി പോയപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. കോട കാണാൻ പോയിട്ട് അവിടെ ഒരു കോടയും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. വെറുതെ കാറ്റും കൊണ്ടേ തിരിച്ചു വന്നു വെയിലത്ത്. ഇത് പറഞ്ഞിട്ടാണ് വേറെ കാലിൽ ആലോചിച്ചത്. അതായത് നമ്മൾ വണ്ടിക്ക് ഇപ്പോൾ കാറിന് ഇടയ്ക്ക് വെച്ച് ചെറിയൊരു തട്ട് കിട്ടിയായിരുന്നു. അത് സംഭവം വേറെ ഒന്നുമല്ല, വേർത്തം കൊണ്ട് അത് റോങ് സൈഡ് വന്നിട്ട് കയറി തന്നാണ്. അപ്പം സംഭവം ചവിട്ടി നിർത്തി. എന്നാലും ഇവൻ കൊണ്ടുവച്ച് നേരെ അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് ഇല്ലയെന്ന് വേണം പറയാം. വേറൊരു വണ്ടി കൊണ്ടുവച്ച് കയറി കൊടുത്ത് ഇവൻ നേരെ വെട്ടിച്ച് മാറ്റിയപ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് ഒന്ന് എൻ്റെ വണ്ടി ഫ്രണ്ടിൽ ബമ്പർ തട്ടി. അപ്പം സംഭവം വേറെ ഒന്നും ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. എന്നാലും പക്ഷേ അത് നല്ല ഡാമേജാണ്. കാര്യം അവിടെ നമ്മൾ പെയിൻ്റ് അടിച്ചിരുന്ന സമയത്ത് ഉള്ള പൊട്ടിയും കാര്യങ്ങളെല്ലാം ഇളകിപ്പോയി മൊത്തം. ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ഫ്രണ്ട് ബമ്പറിൽ അത്യാവശ്യം സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് അവിടുന്ന് പെയിൻ്റ് അടിച്ചിരുന്നത്. അത് വലിയതൊന്നുമല്ല, പെയിൻറ്റ് നോർമലായിട്ട് നമ്മൾ സ്പ്രേ പെയിൻറ്റ് മേടിച്ചടിച്ച ആ ഒരു സ്കീമിനാണ് തന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് കൊണ്ടുവന്ന് ഞാനത് പോളിഷ് ചെയ്ത് അങ്ങനെ സെറ്റപ്പാക്കി വെച്ചിരുന്നതാണ് നീറ്റായിട്ടിരുന്നത്. അപ്പം ഈ തട്ട് കിട്ടിയപ്പോഴത്തേക്ക് സംഭവം അത് മൊത്തത്തിൽ ഞങ്ങളായിപ്പോയി. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചാണ് വണ്ടി എന്ത് പറ്റിയത്, തട്ടിയതാണ്, അത് എന്ത് പറ്റിയാണെന്നുള്ളത് എൻ്റെ അടുത്ത് കുറേ ചോദിച്ചു. പക്ഷേ സംഭവം വേറൊന്നുമില്ല, ക്ലിപ്പുകളും കാര്യങ്ങളൊന്നും പൊട്ടിയൊന്നുമില്ല, ചെറുതായിട്ട് പുട്ടിളകി പോയത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അത് സംഭവം സെറ്റാക്കി ഇറക്കും വണ്ടി. നോർമലി എനിക്കിപ്പം ഈ കളറിൽ ഓടണമെന്ന് എനിക്കൊരു താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞ് ഈ ഒരു കളറിനോട് ഒട്ടും താല്പര്യമില്ല. ഞാൻ എന്തായാലും കളർ മാറ്റും. ഇപ്പം എനിക്കിപ്പം എൻ്റെ വണ്ടി 2012 ആയതുകൊണ്ട് തന്നെ അടുത്ത 2027 എൻ്റെ വണ്ടി ടെസ്റ്റാണ്. അപ്പം ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഫുള്ളി ലോഡ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. നല്ല അടിപൊളി കിടിലൻ കളറിലായിരിക്കും വരുന്ന വണ്ടി. അപ്പോൾ നമുക്ക് എൻ്റെ അക്കൗണ്ട് മുമ്പേ ഫോളോ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എൻ്റെ ഉണ്ടായിരുന്ന വണ്ടികളെല്ലാം നല്ല നൈസായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ഏകദേശം ഉള്ളവർക്കും അറിയാം, എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കും. അപ്പം നമ്മൾ ഇതും അതേ കണക്ക് നല്ല കിടിലൻ സാധനമായിട്ട് ഇറക്കും. അപ്പോൾ അതിൻ്റെ വേറെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അപ്പോൾ നമ്മളെ കസ്റ്റമർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആ മഴ തോന്നി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല കിടിലം ഫോട്ടോസൊക്കെ എടുക്കാം. രാവിലെ ഞാൻ വന്ന സമയത്തായിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ഫോഗിയൊക്കെ കയറി കിടന്ന ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനും വന്നത്. അപ്പോൾ ഇവർ വന്ന് താമസിച്ച് ലാഗാക്കി മൊത്തം കുളമാക്കി. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടില്ല, ഉള്ള ദിവസമൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ നമുക്കിന്ന് എടുത്തിട്ട് എന്തായാലും ഞാൻ ഇന്ന് എടുക്കുന്ന ഫോട്ടോസ് എൻ്റെ പേരിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്ക് നല്ല കിടിയും വീഡിയോസ് ഇടാം. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. നമ്മൾ സെറ്റ് ചെയ്യാം.
ഞാൻ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രം നമുക്ക് വീഡിയോ എടുക്കാനായാലും കണ്ടൻറ്റ് ഒരുപാടുണ്ട്, പക്ഷേ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എനിക്ക് ലാഗാവുന്ന മെയിൻ കാര്യം അതുകൊണ്ടാണ്. ഇത്ര നാൾ ലാഗായ കാര്യം അതുകൊണ്ടാണ്. നമുക്കിനി കണ്ടിന്യൂസ് വീഡിയോസൊക്കെ ഇട്ട് പോകാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.